വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ അഴന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇത്. എന്നാൽ പൈനാപ്പിൾ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായി എടുക്കുന്നില്ല കേട്ടോ, ഇതിൻ്റെ പകുതി ഭാഗമേ എടുക്കുന്നുള്ളൂ. ഇനി ഇത് തൊലി കളഞ്ഞ് ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പൈനാപ്പിളെല്ലാം ഞാനിതുപോലെ ഒന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പൈനാപ്പിളെല്ലാം മാറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ജ്യൂസെല്ലാം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കാം. ജ്യൂസെല്ലാം ഇവിടെ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ജാറിലോട്ട് ഒരു നാരങ്ങ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. കുറച്ച് പുതിനയിലും കൂടെ ചേർത്തു. എന്നിട്ടൊന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ. ഈ പുതിനയുടെയും നാരങ്ങയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ജ്യൂസിന് കിട്ടും ഇങ്ങനെ ചെയ്തെടുത്താൽ. നല്ലതുപോലെ ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് തണുപ്പിന് ആവശ്യമായ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചെടുത്ത പൈനാപ്പിൾ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തു. പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ജ്യൂസ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണിത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.